ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ഏകദേശം 10 കിലോ വെയിറ്റുള്ള ഒരു വലിയ ടർക്കി കോഴി മുഴുവനായിട്ട് ഓവനിൽ ബേക്ക് ചെയ്തെടുക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഇതിപ്പോൾ ക്ലീൻ ചെയ്ത ടർക്കിയാണ്. ഇതിൻ്റെ കഴുത്തും ബാക്കി പാർട്സും ഒക്കെ ഇതിൻ്റെ ഉള്ളിലായി അവർ വെച്ചിട്ടുണ്ട്. ഇനി അത് നമുക്ക് എടുക്കാം. ഇനി ഇത് നന്നായിട്ട് കഴുകിയെടുക്കണം. അതിന് ഉപ്പ് മുകളിലൂടെ ഇട്ടിട്ട് നല്ലോണം റബ്ബ് ചെയ്ത് വെള്ളമൊഴിച്ച് ക്ലീൻ ചെയ്യാം. ഇനി വെള്ളം ഡ്രെയിൻ ആവാൻ വേണ്ടി വെക്കാം. ആ സമയം കൊണ്ട് നമുക്ക് മാരിനേറ്റ് ചെയ്യാനുള്ള മസാല റെഡിയാക്കാം. ആദ്യം വെളുത്തുള്ളി തൊലി കളഞ്ഞത് മിക്സിൻ്റെ ജാറിലേക്ക് ഇടാം. ഏകദേശം അത്ര തന്നെ ഇഞ്ചിയും എടുത്തിട്ട് ഇത് രണ്ടും കൂടി ചതച്ചെടുക്കണം. ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി കുരുമുളക് പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ആവശ്യത്തിന് ഉപ്പ് ഒക്കെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. ഇതിലേക്ക് ഇനി കുറച്ചധികം ബട്ടർ ചേർക്കാണ്. ഇത് റൂം ടെമ്പറേച്ചറിൽ വെച്ച ബട്ടറാണ്. ഇതിപ്പോൾ ഞാനിവിടെ 1.5 ക്യൂബ് ബട്ടർ ചേർക്കുന്നുണ്ട്. അങ്ങനെ പറഞ്ഞാൽ ഏകദേശം ഒരു 12 ടേബിൾ സ്പൂൺ ബട്ടറാണിത്. ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മസാലേൻ്റെ പുളിക്ക് ആവശ്യമായിട്ടുള്ള നാരങ്ങ നീരും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി കുറച്ചധികം മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞതും ചേർത്തിട്ട് നല്ലോണം മിക്സ് ചെയ്യാം. നമുക്ക് നമ്മുടെ ഇഷ്ടം അനുസരിച്ചിട്ട് മസാലയിൽ എന്ത് ചേഞ്ച് വേണമെങ്കിലും വരുത്താം കേട്ടോ. ഇതിപ്പം മസാല റെഡി ആയിട്ടുണ്ട്. ഇനി മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ടർക്കീൻ്റെ സ്കിന്ന് ഈ ഫ്ലഷ് ഒന്ന് ഇങ്ങനെ കൈകൊണ്ട് സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കണം. ഇനി ആ ഫ്ലഷിൽ ഫോർക്ക് കൊണ്ടോ സ്ക്യൂർ കൊണ്ടോ ഇങ്ങനെ കുത്തി കുത്തി ഓട്ടുണ്ടാക്കി കൊടുക്കാം. മസാല ഉള്ളിലേക്ക് പിടിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. ഇനി മസാല ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് സ്കിന്നിൻ്റെ മുകളിൽ പ്രസ് ചെയ്ത് എല്ലാ ഭാഗത്തും എത്തിക്കണം. അങ്ങനെ നമ്മൾ ഉണ്ടാക്കി വെച്ച മസാല ഇതിൻ്റെ മൊത്തം ഫുൾ ടർക്കിയിലും ഇങ്ങനെ പിടിപ്പിച്ചെടുക്കാം. ഇനി ബേക്ക് ചെയ്യുമ്പോൾ കൈയിൻ്റെ ഭാഗം കരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ കൈഭാഗം ഒന്ന് ഉള്ളിലേക്ക് വെച്ച് കൊടുക്കാം. മാരിനേഷൻ കംപ്ലീറ്റ് ആയി. ഇനി നന്നായിട്ട് റാപ്പ് ചെയ്തിട്ട് ഒരു ഓവർനൈറ്റ് ഫ്രിഡ്ജിൽ മസാല പിടിക്കാൻ വേണ്ടിയിട്ട് വെക്കാം. ഓവൻ 450 ഫാരൻഹീറ്റിൽ പ്രീഹീറ്റ് ചെയ്യാം. ഇനി നമുക്ക് കുറച്ച് വെജിറ്റബിൾസോ ഉള്ളിൽ ഫില്ല് ചെയ്യാം. അല്ലെങ്കിൽ നമ്മളെ സ്റ്റൈലിലുള്ള എന്തെങ്കിലും ഒരു മസാലയുടെ ഫില്ലിംഗ് ഒക്കെ ഉണ്ടാക്കിയിട്ട് വേണമെങ്കിൽ നമുക്കിതിൽ ഫില്ല് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ കുറച്ച് ഉരുളക്കിഴങ്ങ് എടുത്തിട്ട് ഫോർക്ക് കൊണ്ട് കുത്തി കൊടുക്കുന്നുണ്ട്.
കുറച്ച് ക്യാപ്സിക്കം, മല്ലിയില ഒക്കെ വലുതായിട്ട് മുറിച്ചതും ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. കുറച്ച് ഉള്ളി നെടുകെ മുറിച്ചതും, ഒരു വെളുത്തുള്ളി ഹാഫായിട്ട് ഇങ്ങനെ നെടുകെ മുറിച്ചതും, കുറച്ച് ബേബി ക്യാരറ്റ്സും കൂടി ചേർത്തിട്ട് ഇതിലേക്ക് കുറച്ച് മുളക് പൊടി, മല്ലിപ്പൊടി, ഉപ്പ് ഒക്കെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതൊക്കെ ഇനി ടർക്കിൻ്റെ ഉള്ളിലായിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കാം. ബാക്കിയുള്ളതൊക്കെ എല്ലായിടത്തും വെച്ച് കൊടുക്കാം. ലാസ്റ്റ് ഡ്രെയിൻ ചെയ്യുന്ന വെള്ളം കൊണ്ട് നമുക്കൊരു സോസ് ഉണ്ടാക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ അതിൻ്റെ നെക്ക് പീസും വേറൊരു എക്സ്ട്രാ പീസൊക്കെ ഉണ്ടായിരുന്നത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക, ട്രേയിലേക്ക്. 4 മണിക്കൂറൊക്കെ ബേക്ക് ചെയ്യാനുള്ളത് കൊണ്ട് തന്നെ ഇത് ബേണായിട്ട് ഓവനിന്നൊക്കെ പുക വരാനൊക്കെ ചാൻസ് ഉള്ളതുകൊണ്ട് ട്രേയിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക. ഇനി അലുമിനിയം ഫോയിൽ വെച്ചിട്ട് നല്ലോണം ഒന്ന് കവർ ചെയ്തെടുക്കാം. എന്നിട്ട് ഓവൻ്റെ മിഡിൽ റാക്കിൽ വെച്ചിട്ട് ബേക്ക് ചെയ്യാൻ വെക്കാം. ഇനി ഓവൻ 450 ഡിഗ്രി ഫാരൻഹീറ്റിൽ നിന്ന് 350 ഡിഗ്രി ഫാരൻഹീറ്റിലേക്ക് ഒന്ന് സെറ്റ് ചെയ്യാം. ഇനി 4 മണിക്കൂറിന് ശേഷം നമുക്ക് തുറന്നു നോക്കാം. ഇതിന് കുക്കിംഗ് ടൈം നല്ലോണം എടുക്കും. എന്തായാലും ഒരു 3.5 മണിക്കൂർ മുതൽ 4 മണിക്കൂർ വരെയൊക്കെ കുക്കിംഗ് ടൈം ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് ഒരു 15 മിനിറ്റ് പുറത്ത് വെച്ചതിന് ശേഷം മാത്രമേ നമുക്ക് സെർവ് ചെയ്യാനും പറ്റുള്ളൂ. അതുകൊണ്ട് ഗസ്റ്റൊക്കെ വരുന്നുണ്ടെങ്കിൽ അതിന് കണക്കാക്കിയിട്ട് വേണം നമ്മളത് ബേക്ക് ചെയ്യാൻ വേണ്ടി വെക്കാൻ. ഇനി നമുക്ക് എടുത്ത് നോക്കാം. നല്ല ചൂടാണ്, നല്ല കെയർഫുള്ളായിട്ട് തുറക്കണം. ഇതിന് ആവി അല്ലെങ്കിൽ ആവി ഇങ്ങനെ നല്ലോണം ആവി വരുന്നുണ്ട്. അത് മുഖത്തേക്കോ കയ്യിലേക്കോ ഒക്കെ അടിച്ചാൽ പൊള്ളും. അതുകൊണ്ട് നല്ല ശ്രദ്ധിച്ച് തുറക്കാം നമുക്ക്. ഇപ്പം നമ്മുടെ ടർക്കി നല്ല സൂപ്പറായിട്ട് കുക്കായിട്ടുണ്ട്. ഇനി സോസ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഈ ടർക്കി മാറ്റിയിട്ട് ഈ ട്രേയിലുള്ള വെള്ളം ഒരു സോസ് പാനിലേക്കോ ഒരു പാത്രത്തിലേക്കോ ഒഴിച്ചിട്ട് നല്ലോണം തിളപ്പിച്ച് കുറുക്കിയെടുക്കണം. നമ്മൾ ടേസ്റ്റ് അനുസരിച്ച് എരിവും പുളിയും ഒക്കെ നമുക്ക് ആഡ് ചെയ്യാം. ഞാനിപ്പോൾ ഇതിലേക്ക് കുറച്ച് ചിക്കൻ ക്യൂബ്സ് ഇടുന്നുണ്ട്. എരിവിന് വേണ്ടിയിട്ട് കുരുമുളക് പൊടിയും ചേർക്കുകയാണ്. ഇത് കുറുക്കിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് കുറച്ച് മൈദ കൂടി ചേർത്തിട്ട് ഇളക്കി കൊടുക്കാം. മൈദയ്ക്ക് പകരം നമുക്ക് വേണമെങ്കിൽ അരിപ്പൊടിയോ കോൺഫ്ലോറോ എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇനി നന്നായി തിളപ്പിച്ചതിന് ശേഷം ഓഫ് ചെയ്യാം. ഒരു 5 മിനിറ്റ് ഓവൻ ബ്രോയിലിൽ ഇട്ടിട്ട് ടർക്കി വെച്ച് അതിൻ്റെ മുകൾ ഭാഗം ഒന്ന് ഗോൾഡൻ കളറായി കിട്ടുന്നത് വരെ നമുക്കൊന്ന് വെച്ച് കൊടുക്കാം. ഇനി ഇത് സെർവ് ചെയ്യാം. നന്നായി കുക്കായിട്ടുണ്ടെന്ന് കട്ട് ചെയ്യുമ്പോൾ അറിയാൻ പറ്റുന്നുണ്ട്. ഇങ്ങനെ പീസ് എടുത്തിട്ട് ഒരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം.
ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ച ഈ സോസും ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് കഴിക്കാം. വെസ്റ്റേൺ കൺട്രീസിലൊക്കെ താങ്ക്സ് ഗിവിങ് എന്നൊരു ആഘോഷമുണ്ട്. ഇതിനാണ് സാധാരണ ടർക്കി ബേക്ക് ചെയ്യുന്നത്. US താങ്ക്സ് ഗിവിങ് സെലിബ്രേറ്റ് ചെയ്യുന്നത് നവംബറിലെ ലാസ്റ്റ് വ്യാഴാഴ്ചയാണ്. ഈ സെലിബ്രേഷൻ്റെ സമയത്ത് ഒരു ഡിന്നർ പ്രിപ്പയർ ചെയ്യും. അതിൽ ഈ ടർക്കിയാണ് മെയിൻ ഡിഷ് ഉണ്ടാവുക. അതുകൊണ്ട് ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും കൂടി ഇരുന്ന് കഴിക്കും. അതാണ് അവിടുത്തെ രീതി. ഇതിൻ്റെ കൂടെ കോണ്, മാഷ്ഡ് പൊട്ടാറ്റോ, പംകിൻ പൈ ഇതൊക്കെ ഉണ്ടാവും. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ റിവ്യൂസ് കമൻറ്റ് ബോക്സിലിടാനും ഒന്നും മറക്കരുത്. താങ്ക് യു.